BMW X1 LWBS ലോങ് വീൽ ബേസ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഒരു വാഹനം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2009 ഈ വാഹനം ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് ശേഷം എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ ഒരു വാഹനം വന്നതിന് ശേഷം തന്നെയാണ് ഈ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. മെർസിഡീസ് ബെൻസിൻ്റെ GLA ആണെങ്കിലും, ഇനിയിപ്പോൾ ഔഡിയുടെ Q3 ആണെങ്കിലും, ഇനിയിപ്പോൾ വോൾവോയുടെ സ്റ്റേബിളിലെ XC40 ആണെങ്കിലും, ഇതെല്ലാം ഈ ഒരു വാഹനം വന്നതിൻ്റെ ശേഷമാണ് വന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് സെയിൽസിൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു വാഹനം ബാക്കിയുള്ള വാഹനങ്ങളെ ഔട്ട്സെൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുതിയൊരു വേർഷൻ 2026 X1 ലോങ് വീൽ ബേസിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. BMW X1 ഒരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇത് 2009 ഇന്ത്യയിൽ വന്നത്. അത് മാത്രമല്ല 2009 ഇന്ത്യയിൽ വന്നപ്പോൾ അത് ആക്ച്വലി ലോക്കലി അസംബിൾഡ് ആയിട്ടുള്ള ഒരു X1 ആയിരുന്നു. അതായത് ചെന്നൈ പ്ലാന്റിലാണ് ഈ വാഹനം നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ ജനറേഷൻ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. 2009 ടു 2016 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ അവർ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഓൺ ദ പെർഫോമൻസ് സൈഡായിരുന്നു. ആ വാഹനം ഓൾ വീൽ ഡ്രൈവ് ആയിരുന്നു. അതിന് ശേഷം ഇവർക്ക് മനസ്സിലായി ഓൾ വീൽ ഡ്രൈവിനെക്കാളും കുറച്ചുകൂടി കൂടുതൽ വാഹനം സെൽ ചെയ്യണമെങ്കിൽ വാഹനത്തിനെ കുറച്ചും കൂടി ആളുകളിലേക്ക് ആക്സസബിൾ ആക്കണം. അങ്ങനെ രണ്ടാമത്തെ ജനറേഷൻ വരുന്നത് 2016 മുതൽ 2022 വരെയാണ്. അപ്പോൾ ഇത് ഈ ഒരു സെഗ്മെൻറ്റ് ലീഡർ മാത്രമല്ല തന്നെ BMW ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഇതായിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ്. അതിനുശേഷം തേർഡ് ജനറേഷനിലേക്ക് ഇവർ ഫോക്കസ് ചെയ്തു. അത് 2023 അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഈ വാഹനത്തിനെ കുറച്ചും കൂടി ടെക്നോളജിക്കലി അഡ്വാൻസ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഈ സെഗ്മെൻറ്റിൽ മോസ്റ്റ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് കാറായിട്ട് BMW X1 മാറി. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഐസ് പോർട്ട്ഫോളിയോ. ഇതിൻ്റെ ഇടയ്ക്ക് 2023 തന്നെ ഇവർ ഇതിൻ്റെ iX ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വാഹനം കൂടി പുറത്തിറക്കി. അതിനുശേഷം 2025 അതിനൊരു ലോങ് വീൽ ബേസ് ക്യാരക്ടർ കൊടുത്തു. ആ ഒരു വാഹനത്തിൻ്റെ ബേസിലാണ് ഇന്ന് എൻ്റെ കൂടെയുള്ള 2026 X1 ലോങ് വീൽ ബേസ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വാഹനം X1 ലോങ് വീൽ ബേസ് 2026 ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ഡയമെൻഷൻസ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ, വീതി നോക്കുകയാണെങ്കിൽ 2002 mm ആണെന്ന് തോന്നുന്നു. അതായത് ഏകദേശം 2 മീറ്റർ ഇതിന് വീതിയുണ്ട്. ഇനി നീളത്തിലാണ് ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളത്. ഏകദേശം 4616 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതിൻ്റെ പഴയ വേർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 116 mm കൂടുതലുണ്ട്. ഇനി ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് ഇതിനകത്ത് വീൽ ബേസിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. 2880 ഇതിൻ്റെ പുതിയ വീൽ ബേസ്. അതായത് ഏകദേശം 108 mm വർധനവാണ് ഇതിൻ്റെ മുമ്പത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ. ബേസിക്കലി ഇങ്ങനെ വാഹനത്തിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, വീൽ ബേസൊക്കെ കൂടുമ്പോൾ അകത്ത് അത്രത്തോളം സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വാഹനമാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ മോസ്റ്റ് സ്പേഷ്യസ് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഇൻ ടേംസ് ഓഫ് ഈ പറഞ്ഞ കണക്കുകൾ ഇനി ഉറപ്പായിട്ടും വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം എത്രത്തോളം വന്നിട്ടുള്ള കാര്യം കൂടി നമുക്ക് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് 2026 ലോങ് വീൽ ബേസ് ആയപ്പോൾ വന്ന മാറ്റങ്ങൾ ഫ്രണ്ട് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം ദ ഹെഡ്ലൈറ്റ്. അപ്പോൾ ഹെഡ്ലൈറ്റെ കുറിച്ച് പറയുന്ന മുമ്പ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മൊത്തം ചളിപൊളിയാണ്. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് കർജത്താണ്. ഇവിടെ നോൺ സ്റ്റോപ്പ് മഴയാണ്. അപ്പോൾ വണ്ടി വൃത്തിയാക്കി വെക്കൽ കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്സിന് സ്റ്റാർട്ട് ചെയ്യാം. 2 പ്രൊജക്ടർ സെറ്റപ്പാണ്. അത് മാത്രമല്ല BMW ഹെഡ്ലൈറ്റ് ഫോളോ ചെയ്യുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിനകത്ത് BMW അഡാപ്റ്റീവ് LED സെറ്റപ്പാണ് വരാറ്. അപ്പോൾ അഡാപ്റ്റീവ് LED സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ വാഹനമായി പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ഈ ഒരു വാഹനം കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ലൈക്ക് അങ്ങേരുടെ മുഖത്തോ അല്ലെങ്കിൽ പോയി നമ്മൾ ഒരു വണ്ടിയുടെ റിയറിൽ പോയി ഈ വാഹനമായിട്ട് പോകുകയാണെങ്കിൽ പോലും അവർക്കും ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. സോ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പ്രത്യേകത. അതുമാത്രമല്ല നമുക്കിവിടെ DRLs ഉണ്ട്. അതുപോലെ തന്നെ സെയിം DRLs ആണ് ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്നലെ മൊത്തം വണ്ടി ഓടിച്ചു, രാത്രി മൊത്തം വണ്ടി ഓടിച്ചു. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈറ്റിങ്സ് ആണ് ഇൻ ദിസ് സെഗ്മെൻറ്റ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ കിഡ്നി ഗ്രിൽസിലേക്ക് എത്താം. അപ്പോൾ എന്താണ് മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റമായിട്ട് ഫീൽ ചെയ്യില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ ഒരു മെഷ്ഡ് ക്രോം എലമെൻറ്റ്സ് ഇതിനെ കുറച്ചും കൂടി ഭംഗി കൂട്ടുന്നുണ്ട്. അപ്പോൾ മിക്ക ആളുകൾക്കും പറയാനുള്ള ഒരൊറ്റ പ്രശ്നം എന്താ വെച്ചാൽ BMW വാഹനങ്ങളുടെ പഴയ വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ വാഹനത്തിനകത്ത് ഗ്രിൽ സൈസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഈ ഗ്രിൽ സൈസ് അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു അട്രാക്ഷൻ മിസ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഗ്രിൽ മാത്രമല്ല തന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ റഡാർ കാണാൻ പറ്റും. സോ ADAS ലെവൽ 2 ഉള്ളൊരു വാഹനമാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ADAS എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം നമുക്ക് ഡ്രൈവിൽ ചെക്ക് ചെയ്യാം. BMW X1 ഈ കാണുന്ന ക്യാമറ അല്ലേ, ഇത് എനിക്ക് ഈ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റായി തോന്നിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്ലാരിറ്റി. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല തന്നെ നമുക്ക് സൈഡ്സിൽ ORVMലും ഇതേ ഒരു സെയിം ക്ലാരിറ്റിയിലെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ മാറ്റങ്ങൾ ഫീൽ ചെയ്യില്ല. ആക്ച്വലി ഒരു കോമ്പിനേഷനാണ്. ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്കിൻ്റെ കോമ്പിനേഷനും അതുമാത്രമല്ല ഇതൊരു ബോഡി കളർ കോമ്പിനേഷനാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വാഹനം പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റം ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇല്ല. പക്ഷേ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ കാരണം നമുക്ക് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫേസ് സ്റ്റിൽ ബെറ്റർ ലുക്കിംഗ് ആണ്. സോ BMW X1
എൻജിൻ ബേ ഓപ്പൺ ചെയ്യാം, എൻജിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുമാത്രമല്ല ഏതൊരു BMW ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രഡ് എന്തിനുള്ളതാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം എൻഗേജ് ലെവൽസിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഞാൻ പറഞ്ഞു ഈ കാണുന്ന സ്ട്രഡ് എന്തെന്നുള്ള വെച്ചാൽ ബേസിക്കലി ഇതിൻ്റെ ചേസിനെ കുറച്ചും കൂടി റിജിഡ് ആക്കാനുള്ളതാണ്. അപ്പോൾ മിക്ക ആളുകളും വിചാരിക്കുന്നത് വെച്ചാൽ വല്ല ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ എൻജിനൊന്നും സംഭവിക്കാതിരിക്കാനാണോ, അങ്ങനെയല്ല. അപ്പോൾ ഇത് കാരണം കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ആ ഒരു സസ്പെൻഷൻ ജോമെട്രീനെ ഇത് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കും. കുറച്ചും കൂടി ഹാൻഡ്ലിങ് ബെറ്റർ ആക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്തത് ഈ ഒരു സസ്പെൻഷൻ ടു മറ്റേ സസ്പെൻഷനിലാണ്. അത് കാരണം തന്നെ ഈ വാഹനത്തിൻ്റെ ചാസിക്ക് കുറച്ചും കൂടി റിജിഡിറ്റി ഇത് ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഒരു വാഹനം ഫ്രണ്ട് വീൽ ഡ്രിവൻ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് വീൽ ഡ്രിവൻ്റെ അകത്ത് ഈ ഒരു സംഭവം വരുമ്പോൾ ഈ വാഹനത്തിനകത്ത് വരുന്ന വൈബ്രേഷൻസ് ഒക്കെ അല്ലേ, സോ അതിനത് എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കും. സോ അതിനാണ് ഈ കാണുന്ന സ്ട്രഡ്, അല്ലാതെ എൻജിൻ പ്രൊട്ടക്ഷൻ അല്ല എന്ന കാര്യം പറയാം. ഇനി പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 156 HP അതുപോലെ 230 Nm ഓഫ് ടോർക്കാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. മേറ്റഡ് ടു എ 7-speed DCT. അപ്പോൾ ഡുവൽ ക്ലച്ച് ടെക്നോളജി അല്ല, ഇവർ പറയുന്നത് തന്നെ ഡബിൾ എന്നാണ്. അപ്പോൾ ഡബിൾ ക്ലച്ച് ടെക്നോളജി, ഡുവൽ ക്ലച്ച് ടെക്നോളജി, DCT ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഒരു ഐസ് വാഹനമാണ്, ഇൻറ്റർണൽ കമ്പഷൻ എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് റേഷ്യോ അപ്പോൾ ഇതിന് 50-50 വെയിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ നോർമലി 50-50 വെയിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഇവിടെയും അതുപോലെ ആ ഒരു ബാക്ക് സൈഡിലും രണ്ടിലും ഒരേ വെയിറ്റ് റേഷ്യോ കാരണം ഈ വാഹനത്തിൻ്റെ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BMW ഓടിക്കുന്ന മിക്ക ആളുകളും പറയുന്നത് BMW ഒരു ഡ്രൈവേഴ്സ് കാറാണ്. സോ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ലോങ് വീൽ ബേസ് ആണ്. അപ്പോൾ ഈ ലോങ് വീൽ ബേസിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ അലോയ്സ്. അപ്പോൾ അലോയ്സിൻ്റെ പാറ്റേണൈസേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. M Sport അലോയ്സ് ആണ്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 18 inches ആണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സൺറൂഫ് എന്നാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വെൽപ്പമേറിയ സൺറൂഫ് വരുന്നത് X1ലാണ്. ഇനി ഇവിടെ നമുക്ക് ORVMലെ ഒരു 360-degree പാർക്കിംഗ് ക്യാമറ കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ADAS Level 2 ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് കൂടി കാണാൻ സാധിക്കും. അത് ഭയങ്കര രസകരമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുള്ള കാര്യം കൂടി എടുത്ത് പറയാം. ഇനി ഈ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പല രീതികളാണ്. ഒന്ന് ഇതിൻ്റെ BMW കീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഇതിന് ആക്സസ് കൊടുക്കാൻ പറ്റും. സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ആക്സസ് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ കയറാൻ പറ്റും. അത് മാത്രമല്ല തന്നെ ഈ ഒരു സ്മാർട്ട് ആക്സസ് നമുക്ക് 18 പേരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കൽ കീ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഏത് സ്ഥലത്തുണ്ടെങ്കിൽ പോലും ആർക്കും ഈ വാഹനത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മാത്രമേ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു തേർഡ് ക്വാർട്ടർ വിൻഡോ, ആക്ച്വലി ക്വാർട്ടർ വിൻഡോ എന്ന് വിളിക്കാൻ പറ്റില്ല, ഏകദേശം ആ ഒരു വിൻഡോൻ്റെ തന്നെ സൈസ് ഉണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും റൂമി ആൻഡ് എയറി ആയിട്ടുള്ള ഇൻറ്റീരിയർ സ്പേസ് വരുന്നതും BMW X1ൻ്റെ അകത്താണ്. ഇനി കഴിഞ്ഞിട്ടില്ല, ഈ ഒരു വാഹനത്തിൻ്റെ ഡോസിന് പ്രത്യേകത ടാറ്റയെ പോലെ 90 ഡിഗ്രി ഇല്ലെങ്കിൽ പോലും ഈ ഒരു സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ വൈഡസ്റ്റ് ഓപ്പണിങ്, അതായത് പ്രായം ചെന്നവർക്കൊക്കെ സുഖമായിട്ട് ഈ വാഹനത്തിനകത്ത് കയറിയിരിക്കാൻ ഇതിൻ്റെ ഡോറ് സഹായിക്കും എന്നുള്ള കാര്യം കൂടി പറയാം. സോ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ മുമ്പത്തെ ഒരു വേർഷൻ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റം കാണാൻ സാധിക്കില്ല, എക്സെപ്റ്റ് ദാറ്റ് വീൽ ബേസ്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ മുമ്പത്തെ ജനറേഷനെ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ് BMW X1ൽ. X1LWBൻ്റെ റിയർ എൻഡ് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ അപ്പോൾ ഒരു ചെറിയ ഷാർക്ക് ഫിൻ ആൻറ്റന കാണാൻ സാധിക്കും. നോർമൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റനയെക്കാട്ടിലും സൈസ് വളരെ കുറവാണ്. പക്ഷേ ഇന്ന് ഇവിടുത്തെ റേഡിയോ സ്റ്റേഷൻ്റെ റിസപ്ഷൻ നോക്കിയപ്പോൾ മോശമല്ലാത്ത റിസപ്ഷനാണ്. അപ്പോൾ ആക്ച്വലി അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു സ്പോയിലർ സെറ്റപ്പ് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തിലും കാണുന്ന ആ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വൈപ്പേഴ്സ് ഉള്ളത്. ഡീഫോക്കസ് ഈ ഒരു ആക്ച്വലി വിൻഡോയിലുണ്ട്. പ്രത്യേകിച്ച് കാണുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗം ചെറുതായി പോയോന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഡ്രൈവർ സീറ്റിൽ നിന്ന് റിയറിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ എങ്ങനെയുണ്ടെന്ന കാര്യം കൂടി അകത്തുനിന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ വരുന്നത്. ഇവിടെ ചെറിയൊരു ബ്ലാക്ക് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തൊന്നും കണക്റ്റഡ് ഫീൽ ഇല്ല. ഇപ്പോൾ എല്ലാ വാഹനത്തിനകത്തും കണക്റ്റഡ് ആയതുകൊണ്ട് കണക്റ്റഡ് ഇല്ലാത്ത വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അത് X1 ആണ്. അപ്പോൾ X1ൻ്റെ ബാജിങ് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ നമുക്ക് S ഡ്രൈവ് 1.8 Li കാണാൻ പറ്റും. അപ്പോൾ മിക്ക BMW അറിയുന്ന ആളുകൾക്ക് ഇത് അറിയാൻ പറ്റും. S ഡ്രൈവ് മീൻസ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വീലിൽ പവറുള്ള. അപ്പോൾ ആക്ച്വലി ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവൻ ആണ്. അപ്പോൾ ഇത് റിയർ വീൽ ഡ്രൈവൻ ആണെങ്കിലും ഇതിനകത്ത് S ഡ്രൈവ് വരും. അല്ലാതെ ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് ഉള്ള BMW ആണെങ്കിൽ ഇവിടെ Sന് പകരം X ആണ് വരിക. സോ X ഡ്രൈവ് മീൻസ് ഓൾ വീൽ ഡ്രൈവ്. ഇനി LI സ്റ്റാൻഡ്സ് ഫോർ ഇത് പെട്രോളാണ്. അപ്പോൾ പെട്രോൾ അല്ലാത്ത വേർഷൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിയർ എൻഡ്. ഇത് പുതിയതാണ്. ഇത് കുറച്ചും കൂടി അട്രാക്റ്റീവാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല കാണുമ്പോൾ നമുക്ക് ഒരു ഡുവൽ എക്സോസ്റ്റ് പോലത്തെ ഫീൽ ആണെങ്കിൽ പോലും ആക്ച്വലി ആ എക്സോസ്റ്റിൻ്റെ സംഭവം ഒന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയാം. ബമ്പേഴ്സിൻ്റെ സൈഡിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു റിയർ ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം.
പവേർഡായിട്ടുള്ള ബൂട്ടാണ്. അപ്പോൾ നോർമലി ഒരു ഫാമിലിയിൽ ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ വെച്ചാൽ ബൂട്ട് സ്പേസ് ആണ്. പിന്നെ അത് മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്, അറൗണ്ട് 540 ലിറ്റേഴ്സ്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 60-40 വരുന്ന ഈ സ്പ്ലിറ്റ് സീറ്റ്സിന് നമുക്ക് കിടത്തി കഴിഞ്ഞാൽ ഏകദേശം 1700 ലിറ്റർ ഓഫ് ബൂട്ട് സ്പേസും കൂടി അവൈലബിൾ ആണ്. ഒരു സ്പെയർ ടയർ ഉണ്ട്, അതിൻ്റെ സൈസ് ഇത്രയും വലുപ്പമല്ല. അത് മാത്രമല്ല ഇവിടെ നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ രാത്രി സമയത്ത് നമുക്കിതെല്ലാം എടുത്തു വയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു പാർസൽ ട്രെയിൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബൈ ചാൻസ് വണ്ടി കേട് വന്നു കഴിഞ്ഞാൽ ആ ഒരു വാർണിംഗ് ട്രയാങ്കിൾ ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇനി ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് അത് അമർത്തിയാൽ മതി, അത് ഒന്ന് ക്ലോസ് ആവും. BMW വാഹനങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, മിക്ക ആൾക്ക് അറിയാൻ പറ്റും. ഇത് മോസ്റ്റ് സേഫസ്റ്റ് ആണ് ഈ സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്ത സ്റ്റീലിനെ കുറിച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് 4 ടൈപ്പ് ഓഫ് സ്റ്റീൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നോർമൽ സ്റ്റീൽ, എല്ലാ വാഹനം നിർമ്മിക്കുന്ന പോലെ. അതല്ലാതെ തന്നെ ഇതിനകത്ത് അലുമിനിയം യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൾട്ടി ഫേസ് സ്റ്റീലും, അത് മാത്രമല്ല തന്നെ നമ്മൾ എല്ലാ വാഹനത്തിലും കാണുന്ന പോലെ അൾട്രാ ഹൈ സ്ട്രെങ്തൻ സ്റ്റീൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടേക്കാ വെച്ചാൽ ഈ വണ്ടിയുടെ പില്ലർ, അതായത് ഏകദേശം ഇത്രയും ഭാഗം വരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത 2 സ്റ്റീൽസാണ്. ഒന്ന് വന്നിട്ട് ഈ മൾട്ടി ഫേസ് സ്റ്റീലും അതുപോലെ തന്നെ ഈ ഹൈ സ്ട്രെങ്തൻ സ്റ്റീൽസും. ഇടയ്ക്ക് ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്ന ഭാഗത്ത് അലുമിനിയം വെച്ച് ഇത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നോർമൽ വാഹനങ്ങളിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ദ പില്ലറാണ്. ലൈക്ക് ഈ ഒരു ഏരിയയിലാണ് അത് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം വൺ ഓഫ് ദ സ്ട്രോങ്കസ്റ്റ് ഇൻ ദിസ് സെഗ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുക. അത് മാത്രമല്ല തന്നെ ഇതിപ്പോൾ പുറത്തുള്ള സേഫ്റ്റിയായി ഇൻറ്റീരിയർ സേഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 8 എയർ ബാഗ് BMW പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായി വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ സേഫ്റ്റി. ഇനി നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് E20. സോ ഈ വാഹനം E20 അല്ല, E25 കോമ്പാറ്റബിൾ ആണ്. അതായത് E25 അടിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ മിക്ക ആളുകളുടെയും തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ E20 അല്ലെങ്കിൽ E20യുടെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിനകത്ത് പവർ ലോസ് സംഭവിക്കും ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പവർ ലോസ് അല്ല, ആക്ച്വലി വണ്ടിക്ക് കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും ഫ്യൂവൽ എഫിഷ്യൻസി ലോസ് എന്തായാലും സംഭവിക്കും. അപ്പോൾ ഈ ഒരു പെർഫോമൻസിൽ ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ E20 പെട്രോളാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇതിനകത്ത് പെർഫോമൻസിൽ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ബാസിത്ത് ഇപ്പോൾ വെച്ച ഈ ഒരു ഫ്രെയിമില്ലേ, ഈ ഒരു ഫ്രെയിമാണ് നിങ്ങൾ ഇതിൻ്റെ മുമ്പ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഇരിക്കുന്നത് BMWൻ്റെ X1ലാണ്. അതായത് ഇത്രയും സ്പേസാണ്. എൻ്റെ ഹൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് മിക്ക ആൾക്കറിയാം, ഞാൻ അത് കംപ്ലീറ്റ്ലി കാല് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ഒരു സ്പേസിൽ എനിക്ക് തോന്നുന്നില്ല ഈ സെഗ്മെൻറ്റിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലിരിക്കാൻ പറ്റും. ഈ സെഗ്മെൻറ്റിൽ അതിൻ്റെ അടുത്ത സെഗ്മെൻറ്റിൽ പോയാലും നമുക്ക് ഇത്രയും സ്പേസ് കിട്ടില്ല എന്ന കാര്യം പറയാം. അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു സീറ്റ്സിൻ്റെ ആംഗിൾ എൻ്റെ ഇഷ്ടമാണ്, എനിക്കിങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതല്ലാതെ എനിക്ക് ഇതിനൊന്ന് കുറച്ച് സ്ലാൻഡ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങി യാത്ര ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു USP. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയറിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്പേസ് തന്നെയാണ്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് എവിടെയും ഒരു കുറ്റം പറയാത്ത അത്രയും സ്പേസ് ഉണ്ട്. ഇനി അമ്യൂണിറ്റീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ AC വെൻസ് ഉണ്ട്, നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു USB-C കൊടുത്തിട്ടുണ്ട്. സോണൊന്നുമില്ല, ബട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല ഈ റബ്ബർ ബുഷ് കാരണം നമ്മുടെ വെക്കുന്ന ഒരു ബോട്ടിൽ ഇളകാതെ നിൽക്കുന്ന കാര്യം കൂടി പറയാം. സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, ഐസോഫിക്സ് സീറ്റ്സ് ഉണ്ട്, അത് ഇങ്ങനെ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. പിന്നെ സീറ്റ്സിൻ്റെ ഫാബ്രിക്സ് വൺ ഓഫ് ദ ബെസ്റ്റാണ്. അപ്പോൾ നോർമലി നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഫ്രണ്ട് സീറ്റിനാണ് തുടങ്ങുക. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഈ വണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ പോകുന്നതും ഇതിൻ്റെ സ്പേസിന് വേണ്ടിയിട്ടാണ്. റിയർ സ്പേസ്. സോ ഇതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അണ്ടർ തൈ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നല്ല അണ്ടർ തൈ സപ്പോർട്ടാണ്. ഒരു ആവശ്യത്തെ കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ചെറിയൊരു ലംപ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അതൊരു വലിയ പ്രശ്നമല്ല. ഒരു തേർഡ് പേഴ്സൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലാതെ 2 പേർക്ക് യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് കർവ് ചെയ്തുകൊണ്ട് നമുക്കിനി ഈവൻ ഇതിന് എത്ര ബാക്കിലേക്ക് ഇട്ടാലും നമ്മുടെ കാലിൽ വന്ന് മുട്ടുന്നില്ല. ഞാൻ ആക്ച്വലി ബാക്കിലിട്ട് നോക്കി, അങ്ങനെ ആകുമ്പോൾ എനിക്ക് 3 ഇഞ്ച് വരെ സ്പേസ് ഉണ്ട്. അതായത് ഇതുവരെ വരുള്ളൂ. ഇത് മാക്സിമം ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ. ഇനി മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സൺ ബ്ലൈൻഡ് കൊടുക്കാമായിരുന്നു. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് മാത്രമല്ല ഫോണൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് മിസ്സിംഗ് ആണ്. ഈ ഒരു സ്പേസിൽ ഒരു ഫോൺ വെക്കാനുള്ള സെറ്റപ്പ് കൊടുത്തിരുന്നെങ്കിൽ, അവിടെ വയർലെസ് ചാർജർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. പക്ഷേ അതൊന്നും കംപ്ലയിൻസ് അല്ല. അത് മാത്രമല്ല ഞാൻ പറഞ്ഞു, എക്സ്റ്റീരിയർ പറയുമ്പോൾ ഈ വാഹനത്തിനകത്ത് വലിയ പാനോറമിക് സൺറൂഫും അതുപോലെ തന്നെ ഇതിനകത്താണ് ഏറ്റവും വലിയ ക്വാർട്ടർ വിൻഡോ എന്നല്ല, ശരിക്കും ഇതിന് ഫുൾ വിൻഡോ എന്ന് പറയും. ഇത് കാരണം തന്നെ ഭയങ്കര എയറി ആയിട്ടുള്ളൊരു ക്യാബിനാണ്. അത് മാത്രമല്ല ഈ മുകളിലൊക്കെ വൈറ്റാണ് കളർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടാൻ റെഡ് കളർ സീറ്റ്സിനെ ഇത് നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വന്നിരിക്കുമ്പോൾ തന്നെ ആ ഒരു എയറി, അത് മാത്രമല്ല ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് ഈ വണ്ടിനകത്തുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് റോയിലെ കുറേ രസകരമായിട്ടുള്ള സംഭവമുണ്ട്, എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. BMW X1 ലോങ് വീൽ ബേസ് ഈ BMW പോർട്ട്ഫോളിയോയിലെ മോസ്റ്റ് അഫോർഡബിൾ SAV ആണ്. SUV അല്ല, SAV. അപ്പോൾ ഇവരെന്നെ പറയുന്ന പേരാണ് സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിളാണത്.
അതായത് എക്സ് സീരീസിൽ വരുന്ന എല്ലാ സാധനം ഇവർ സ്പോർട്സ് യൂട്ടിലിറ്റി എന്നല്ല പറയുന്നത്, ആക്ടിവിറ്റേറിയൻ വെഹിക്കിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ 2023 ഇറങ്ങിയ വാഹനമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി ഫീൽ ചെയ്യും. സോ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ അകത്ത് വരുന്ന ഒരു സ്റ്റൈലിംഗ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീൽ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തീരെ താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ നൽകും. അതുമാത്രമല്ല ഇതിൻ്റെ ഈ ലെതേഴ്സ് കുറച്ചും കൂടി ചങ്കിയാണ്, അതായത് നോർമൽ വാഹനത്തെക്കാളും കുറച്ചും കൂടി ആഡ് ഓൺ ലെതേഴ്സ് ഉണ്ട്. അതിൻ്റെ നമുക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ബേസിക്കലി ഇതിൻ്റെ ഏതൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഹോൺ അടിക്കാൻ മാത്രമേ ഒന്ന് കഷ്ടപ്പെടേണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നില്ല, അതിൻ്റെ കാര്യം എടുത്ത് പറയാം. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ക്രൂസ് കൺട്രോളും മറ്റേ കൺട്രോൾസ് ഉള്ളത്. റൈറ്റ് സൈഡിലെ വോളിയം ബ്രോക്കേഴ്സും മറ്റേ കൺട്രോൾസും ടെലിഫോൺ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. BMW ബാഡ്ജിങ് കൂടി ഇവിടെ സെൻറ്ററിലുണ്ട്. സ്റ്റോക്സ് ഒക്കെ സെയിം ആണ്, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളില്ല. ഇനി ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിലും വലിയ മാറ്റമില്ല. സോഫ്റ്റ് ലെതർ മെറ്റീരിയൽസ് ആണ്. ഇവിടെ സെൻറ്റർ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ വലിയ മാറ്റം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലല്ല വലിയ മാറ്റം. ഏറ്റവും വലിയ മാറ്റം ഇതിൻ്റെ OS-ലാണ്. സോ OS 9 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൺ ദ ഗോയിൽ ഞാൻ പറയാം. ഇവിടെയാണ് AC വെൻസ് വരുന്നത്. എയർ ബാഗ് ഇവിടെ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെഷ് ഫീല് ഇരുവാതിന് ഭയങ്കര ഭംഗി നൽകുന്നുണ്ട്. സെൻറ്ററിൽ ഒരു വലിയൊരു എയർ വെൻറ്റ് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇതിൻ്റെ റിയറിലെയും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള ഡീഫോക്കസ് സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഷട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ കാണുന്ന വേർട്ടിക്കൽ ഫോൺ ഹോൾഡറാണ്. അപ്പം മിക്ക വാഹനങ്ങളിലും ഞാനിപ്പോൾ സ്ഥിരമായി ഓടിക്കുന്ന എല്ലാ വാഹനത്തിനകത്തും നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഈവൻ അതിൻ്റെ അകത്ത് വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ പോലും അത് ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. സോ ഈ ഒരു ഫെസിലിറ്റി കാരണം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വായിക്കാൻ അത്രയും നല്ല കാര്യമല്ല, ബട്ട് സ്റ്റിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അത് റെഗുലർലി ചാർജ് ആവും, അല്ലാതെ ചാർജ് കട്ട് ഓഫ് ആവില്ല. അത് മാത്രമല്ല ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതവിടെ സ്റ്റേബിളായിട്ടിരിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, 2 USB-C കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക് വാഹനം മുതൽ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ യൂസബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി ഇത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 ദിവസമായിട്ട് വണ്ടി ഓടിക്കുന്നു, ആ സമയത്ത് ചില ബട്ടൺസ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ കൈവാക്കി കൊണ്ടുപോകണം. ബട്ട് നോ കംപ്ലയിൻസ്. അത് കാരണമുള്ള ഗുണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് അത്രയും സ്പേസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ടാൻ ടോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടോൺ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ താഴെ വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു ടാൻ ടോൺ കാരണം ഒരു പ്രീമിയം ഫീല് നമുക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്. ഇനി സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. നല്ല ബോൾസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ അത്ര വീതിയില്ല, ബട്ട് സ്റ്റിൽ ഏതൊരു സൈസിലുള്ള ഒരാൾക്കും ഇതിനകത്ത് കംഫർട്ടബിളി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സീറ്റ്സ് നമ്മൾ കുറച്ചുകൂടി ഇൻടാക്റ്റ് ആയിട്ട് പിടിക്കുന്ന പോലത്തെ ഒരു ഫീലാണുള്ളത്. അപ്പോൾ മിക്ക ബ്രാൻഡുകളിലും ഹെഡ് റെസ്റ്റ് വരുമ്പോൾ ഞാൻ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഹെഡ് റെസ്റ്റും ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മുടെ നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷൻ ഇതാണെങ്കിൽ ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിലേക്ക് വരുന്നതാണ് എപ്പോഴും കുറച്ചും കൂടി ബെറ്റർ ഫോർ ദ ബെസ്റ്റ് ഹെഡ് സപ്പോർട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കേണ്ടി വരും, മറ്റേ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരും. ഞാൻ പറയുന്ന ബ്രാൻഡ് ഏതാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ADAS ലെവൽ 2 ഉണ്ട്. സോ അതിൻ്റെ ഒരു ക്ലസ്റ്റർ ഇവിടെയാണുള്ളത്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. IRVM നീറ്റ് ആൻഡ് ക്ലീൻ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആ ഒരു റിയറിൽ വിൻഡോ ഏരിയ കുറവായതുകൊണ്ട് നമുക്ക് റിയറിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ കാണുമ്പോൾ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇല്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന മുമ്പ് ഓടിച്ച വണ്ടി B6 ആയിരുന്നു. സോ അത് ഭയങ്കര ക്രാംഡ് ആയിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നി, ബട്ട് സ്റ്റിൽ നോ ഇഷ്യൂസ്. പക്ഷേ ഹെഡ് റെസ്റ്റ് 3 പൊക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ലൈറ്റ്സിൻ്റെ സംഭവമുണ്ട്, SOC ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ സൺറൂഫ് ക്ലോസും ഓപ്പണും ചെയ്യുന്നത്. ഇതിലൊക്കെ നമുക്ക് ഒരു വാനിറ്റി മിറർ വിത്ത് ലൈറ്റ്സ് ഉണ്ട്. ഇത് ഡ്രൈവറിനും ഉണ്ട്, അതുപോലെ തന്നെ കോ ഡ്രൈവറിലും കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ്സ് ആണെങ്കിലും ഈ സീറ്റ്സ് ആണെങ്കിലും രണ്ടും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് സെയിം ഉണ്ട്, എക്സെപ്റ്റ് ഇതിനകത്ത് മെമ്മറി സീറ്റ്സ് ഉണ്ട്, ഇതിനകത്ത് മെമ്മറി സീറ്റ്സിൽ ഇത്ര മാത്രമുള്ള വ്യത്യാസം, ബാക്കി എവിടെയും വ്യത്യാസമില്ല. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്തെങ്കിൽ പോലും 2 സംഭവങ്ങൾ അത്യാവശ്യം വേണ്ട സാധനമായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ എല്ലാ ഡ്രൈവിംഗ് കണ്ടീഷൻസിലും. അതാണ് ഇതിനകത്ത് വരുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ്, അതിൻ്റെ അകത്തില്ല. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന സാധനമാണ് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ ഒരു പാത്രത്തിൽ കൊടുത്തിട്ടുള്ളത്, രണ്ടും ഫിക്സ്ഡ് ആണ്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഇതിനകത്ത് വരുന്ന സൗണ്ട് സിസ്റ്റം. അപ്പോൾ ഹാമൻ കാർഡോൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ്. 12 സ്പീക്കേഴ്സ് ഉണ്ട്, 205 വാട്ട്സ് ആണ് ഇത് ടോട്ടൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു വെച്ചാൽ അടിപൊളിയാണ് കേൾക്കാനായിട്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സ് വളരെ കുറവാണ് ഇൻ ടേംസ് ഓഫ്. ഇപ്പോൾ നമ്മൾ EQ സെറ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് ഹൈസും ലോസും മാത്രമേ ഉള്ളൂ. മിഡ് ഫ്രീക്വൻസി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. ലൈക്ക് ഇപ്പോൾ നമ്മൾ നോർമലി ഒരു സൗണ്ട് ട്യൂൺ ചെയ്യുമ്പോൾ 3 ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്രത്തോളം EQ കൂടുതലുണ്ടോ, ലൈക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അത്രയും നല്ല നമുക്ക് സൗണ്ട് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൗണ്ട് സിസ്റ്റമാണ്. പക്ഷേ ഇവർ കൊടുത്ത പ്രീസെറ്റിനകത്ത് 2 ഉള്ളൂ, ഹൈ ലോ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനകത്ത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഫ്രീക്വൻസി ലെവൽസ് തരുകയായിരുന്നെങ്കിൽ നമുക്കിതിനെ കുറച്ചും കൂടി ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്നു. ബട്ട് നോ കംപ്ലയിൻറ്റ്സ്, നമുക്ക് നോർമലി മോശമല്ലാത്ത രീതിക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാനും സാധിക്കും.
പൂനെ ബോംബെ ഹൈവേയിലാണ് X1 ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ റോഡുകളാണ്. ഈ റോഡല്ല, കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ എക്സ്പ്രസ് വേ വരും. അപ്പോൾ ഈ വണ്ടിയുടെ ഇൻ ടേംസ് ഓഫ് എഞ്ചിനും മറ്റു കാര്യങ്ങളൊന്നും മാറ്റില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് മാറിയപ്പോൾ ഇതിൻ്റെ സസ്പെൻഷനിലൊക്കെ നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രസകരമായിട്ടുള്ള ഡ്രൈവ് ആയിരിക്കും ടിൽ ബോംബെ. എന്നാൽ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ ആക്ച്വലി അവിടെ പറയാൻ മറന്നു. അതായത് ഇപ്പോൾ ഞാൻ വണ്ടിനകത്ത് കയറി, വണ്ടി സ്റ്റാർട്ടിലാണ്, അപ്പോൾ നോർമലി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈ ഒരു സീറ്റിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള ORVM അസൈൻഡ് ആണ്. അതായത് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ORVMൻ്റെ മെമ്മറിയും സെറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈറ്റുള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് അത് വന്ന് അഡ്ജസ്റ്റ് ആവും. അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഞാനിപ്പോൾ വലിച്ചിട്ട് ഇങ്ങോട്ട് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പ്രൊഫൈലിലേക്ക് ഇത് പോവും. കണ്ടോ, സീറ്റ് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലേക്കായി. സോ ഇനി നമുക്ക് വാഹനത്തിനെ ഡ്രൈവ് ചെയ്യാം. ഓൾ തിങ്സ് ഔട്ടല്ലേ, ഞാൻ ഏതൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും എനിക്ക് ആ വാഹനത്തിനകത്ത് കയറി ഒരു 5 മിനിറ്റിനകത്ത് തോന്നുന്ന ഏറ്റവും വലിയ മാറ്റമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെയാണ് നമ്മൾ സ്ഥിരമായി ചെയ്യാറ്. അപ്പോൾ X1 ലോങ് വീൽ ബേസ് ആണ്, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ ഇൻ ടേംസ് ഓഫ് എഞ്ചിനിലില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയില്ല അതായത് ഇതൊരു പുതിയ X1 ആണ് അല്ലെങ്കിൽ ലോങ് വീൽ ബേസ് X1 ആണെന്നുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, അപ്പോഴാണ് ആ ഒരു എക്സ്റ്റൻഡഡ് ലെങ്ത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ അകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റമാണ് ഇതിൻ്റെ സസ്പെൻഷനിൽ. സോ X1 റെഗുലർ വേർഷൻ വെച്ചിനെക്കാട്ടിലും ലോങ് വീൽ ബേസിലേക്ക് എത്തിയപ്പോൾ സസ്പെൻഷൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലൈക്ക് ആക്ച്വലി റീകാലിബ്രേറ്റഡ് ആണ്. ഇപ്പോൾ എവിടേക്കാണ് റീകാലിബ്രേഷൻ വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കാസ്റ്റർ, അപ്പോൾ കാസ്റ്ററിൻ്റെ ആംഗിൾ, അത് മാത്രമല്ല അതിൻ്റെ ട്രാവൽ ഉണ്ടല്ലേ, അതിലൊക്കെ കൃത്യമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഇപ്പോൾ നമ്മളിതിന് മുമ്പത്തെ വേർഷൻ BMW X1 ഓടിക്കുന്നതിനെക്കാട്ടിലും ഈ വണ്ടി കയറിയിരുന്ന് ഇതിൻ്റെ സ്റ്റിയറിംഗ് റെസ്പോൺസിൽ ബേസിക്കലി എല്ലാ BMWക്കും പ്രിസിഷൻ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ആൻഡ് ദ സസ്പെൻഷൻ ഈസ് ടോപ്പ് നോച്ച്. ഇപ്പോൾ ഞാൻ ആക്ച്വലി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പൂനെയിൽ നിന്ന് ബോംബെയിലെ ഹൈവേയിലാണ്. അതിൻ്റെ ഇടയ്ക്കൊന്ന് കർജത്ത് വഴി കയറി. അവിടെ റോഡ് പറഞ്ഞ സാധനമില്ല, പക്ഷേ അവിടെ എല്ലാ സ്ഥലത്തും നമുക്കിത് ഭയങ്കര കംഫർട്ട് നൽകി. ഇൻ ടേംസ് ഓഫ് റോഡ് ഇല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് അണ്ടുലേഷൻസിനെ അബ്സോർവ് ചെയ്യും. പക്ഷേ ഹൈവേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ BMW ആണ്, അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ ക്രൂസ് ചെയ്യാനും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ കാസ്റ്റർ മാത്രമല്ല തന്നെ ആൻറ്റി റോൾ ബാർസ് വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഇനിയിപ്പോൾ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ തന്നെ എങ്ങനെ തിരിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകില്ല എന്നുള്ള കാര്യം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. സോ ബേസിക്കലി BMWനുള്ള ഫീൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാസ്റ്ററിലെ മാറ്റം കാരണം നമുക്ക് സ്റ്റിയറിംഗ് റെസ്പോൺസും അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റി റോൾ ബാറൊക്കെ കാരണം നമുക്കിതിനെ ഇങ്ങനെ ഹാപ്പിലി സ്പീഡിൽ ഇങ്ങനെ ചവിട്ടി വിടാം വിത്ത് ലിമിറ്റ്സ്. ഇനി നമ്മൾ നോക്കാനുള്ള ഇതിനകത്തുള്ള എൻജിനെ കുറിച്ചാണ്. അപ്പോൾ B38A 15M2 ഇതാണ് ഇതിൻ്റെ കോഡ് നെയിം. സോ പെട്രോൾ 1.5 ട്വിൻ ടെർബോ എൻജിനാണ്. 157 PS ഓഫ് പവറും അറൗണ്ട് ഒരു 230 Nm ഓഫ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻജിനിൽ വലിയ മാറ്റമില്ല. ഇതിനനുസരിച്ച് ട്യൂൺ ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ലോങ് വീൽ ബേസ് ആയപ്പോൾ കുറച്ച് വെയിറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ട്യൂണിങ്ങിൽ ആക്ച്വലി ഒരു മാറ്റം ഫീൽ ചെയ്യും. എവിടെയും ഈ വാഹനം നമുക്ക് പവർ ഇല്ലാത്ത പോലത്തെ ഫീലൊന്നും നൽകില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ ചെറിയൊരു വൈബ്രേഷൻസ് നമുക്കത് ആക്ച്വലി ഫീൽ ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വാഹനം ഓടിക്കാൻ? ഈ എൻജിൻ ആക്ച്വലി പെപ്പിയാണ്. അപ്പോൾ നമുക്ക് എവിടെയും പവർ കുറയുന്നൊരു ഫീൽ എനിക്ക് ആക്ച്വലി ഇന്നത്തെ ഡ്രൈവിൽ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു ഗുണം അല്ലെങ്കിൽ ഏറ്റവും വലിയ നല്ലൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ ഒരു എൻജിൻ കാരണം നമുക്ക് നല്ല എഫിഷ്യൻസിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഇപ്പോൾ ഇന്നത്തെ ഡ്രൈവിൽ നമ്മൾ അങ്ങനെ ഹൈവേസിൽ വളരെ കുറവായിരുന്നു. ട്വിസ്റ്റ് ആൻഡ് ടേണി റൂട്ട്സിനകത്ത് അറൗണ്ട് ഒരു 12 കിലോമീറ്റർ ഇതിന് എഫിഷ്യൻസി നൽകാൻ സാധിച്ചു. നിങ്ങൾക്ക് ഹൈവേ കയറിയിട്ട് ഒരു മിനിമം RPM വെച്ചിട്ട് ഒരു 80 to 100 ഒക്കെ ഓടിക്കുകയാണെങ്കിൽ അറൗണ്ട് നമുക്കൊരു 20 അടുത്ത് എഫിഷ്യൻസിയും കിട്ടും. ബോംബെ പൂനെയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബൈ ചാൻസ് ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നോൺ സ്റ്റോപ്പ് ബ്ലോക്ക് തന്നെയാണ്. കഴിഞ്ഞൊരു 40 മിനിറ്റായിട്ട് ഈ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇത് കംപ്ലീറ്റ്ലി ബ്ലോക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു വണ്ടിയകത്ത് എനിക്ക് വേറെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ എർഗണോമിക്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വ്യൂവിങ് ആംഗിൾസ് അത് ടോപ്പ് നോച്ചാണ്. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വലിയൊരു SUV ഫീൽ കിട്ടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി വെരി ഫ്രാങ്ക് അങ്ങനെ ഒരു SUV ഫീൽ ഇല്ല. ബട്ട് കേരള ഇടയ്ക്ക് അപ്പോൾ ആ ഒരു SUV ഫീൽ ഇല്ല. ബട്ട് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ദാറ്റ് ഇതിൻ്റെ വ്യൂവിങ് ആംഗിൾസ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ സീറ്റ്സ് ഏറ്റവും മാക്സിലിട്ടു ആൻഡ് സ്റ്റിൽ എനിക്ക് തലയുടെ മുകളിൽ 3 സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ തലയുടെ സ്പേസ് അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് എനിക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ട് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആണ്. അതായത് എനിക്ക് ബോണറ്റ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എവിടെയും ഒരു ബ്ലൈൻഡ് സ്പോട്ട്സ് ഇല്ല. ഈവൻ ഇത് വലിയൊരു പില്ലർ ആണെങ്കിൽ പോലും നമുക്ക് എവിടെയും ഒരു ഇഷ്യൂസ് ഇല്ല. അത് മാത്രമല്ല ഈ കാണുന്ന കർവ് ഷേപ്പിലുള്ള ഈ കാണുന്ന രണ്ട് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോ ആണെങ്കിലും അതും നമ്മുടെ ഐസൈറ്റിന് കൃത്യമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. AC വെൻസിൻ്റെ ലേഔട്ട് പ്ലേസ്മെൻറ്റ് ഇതെല്ലാം എനിക്ക് ഭയങ്കര ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ആക്ച്വലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുമ്പത്തെ വേർഷൻ ആണെങ്കിൽ പോലും എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ
ഒരു ബാക്കിയുള്ളൊരു ബ്രാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബൾക്കി അല്ല, ഭയങ്കര ലൈറ്റാണ് ഈ വാഹനം. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണെങ്കിൽ ഇനി പരാതിയും കൂടി പറയാം ഇവിടെ തന്നെ. അതായത് ഇപ്പോൾ അത്യാവശ്യത്തിന് എനിക്കിപ്പോൾ എ സിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ എല്ലാം സ്ക്രീനിലേക്ക് പോകണം. ഈവൻ ഓട്ടോ ഹോൾഡറിന് വരെ നമ്മൾ സ്ക്രീനിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഒരു നല്ല ബിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ കൈവയ്ക്കുന്ന സ്ഥലത്ത് കുറേ സാധനമുണ്ട്. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഗിയറും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലത്തെ ഫിസിക്കൽ ബട്ടൺ ആക്ച്വലി ഈ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് ഹെൽപ്പ് ഔട്ട് ചെയ്യും. പ്രത്യേകിച്ച് യൂസ് ടു ആയ ഓക്കെയാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ മാറാതിരിക്കാൻ ഇതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ. ഇനിയിപ്പോൾ ഈ കാണിച്ച ഹാപ്റ്റിക് ബട്ടൺസ് ആണെങ്കിലും പ്രശ്നമല്ല, പക്ഷേ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ എ സിക്ക് കൊടുക്കാമായിരുന്നു. BMW X1ൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. ES4 കൊണ്ട് നമുക്കൊരു 50 lakhs പ്ലസിൽ ഈ വണ്ടി കിട്ടുമ്പോൾ മോസ്റ്റ്ലി ഒരു 30 lakhs ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ കാണുന്ന ഹാരിയർ പോലത്തെ വാഹനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ സാധിക്കും. ബട്ട് അങ്ങനെ വന്നാലും നമ്മുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് ഒരു ചിന്ത എന്താ സംഭവിച്ചാൽ ഈ വാഹനത്തിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ അതിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ BMW സർവീസ് ഇൻക്ലൂസീവ് എന്നൊരു സംഭവം. ആക്ച്വലി ഈ ഒരു വാഹനത്തിന് നമുക്ക് സർവീസിന് കുറച്ച് പൈസ കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പീസ് ഓഫ് മൈൻഡാണ്. അതായത് അതിന് വേണ്ടി പൈസ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഇനീഷ്യലി നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ എത്ര വേണമെങ്കിൽ പൈസ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു വണ്ടി വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ അതുമ്പോൾ പൈസ ചിലവാക്കാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കും. ഇതാണ് നോർമലി ഇന്ത്യൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് മാത്രമല്ല തന്നെ ഇപ്പോൾ ഹോണ്ട ബ്രാൻഡൊക്കെ കൊടുക്കുന്നൊരു സംഭവം ഉണ്ട്. അതായത് 10 വർഷത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടി. ആ ഒരു സംഭവം ഇപ്പോൾ BMW വാഹനത്തിലുണ്ട്. അതായത് ഇപ്പോൾ ഈ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 10 വർഷം വരെ അതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ പീസ് ഓഫ് മൈൻഡ്. യെസ്, ഏതെങ്കിലുമൊക്കെ പാർട്സ് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണല്ലോ, അതാണല്ലോ ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സംഭവത്തിന് കൃത്യമായിട്ടുള്ള ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. 2026 ലോങ് വീൽ ബേസ് X1ൻ്റെ അകത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ സാധിക്കില്ല, ബട്ട് അതിൻ്റെ ഇൻഫോയിലാണ്, അല്ലെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ പ്രൊസസ്സറിലാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന UI അല്ലെങ്കിൽ OS മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ OS 9 ആണ്. അത് കാരണം തന്നെ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല തന്നെ കുറേയേറെ രസകരമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇഫ് കമ്പയർഡ് ടു ഇതിൻ്റെ മുമ്പത്തെ ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ വേർഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്ലൂയിഡിക് നേച്ചറും അതുപോലെ തന്നെ പ്രോസസ്സിംഗ് സ്പീഡിൽ മാറ്റമുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സ്ക്ലൂസീവ് കുറേ പാക്കേജ് എടുക്കാൻ പറ്റും. അങ്ങനെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് മാപ്പിൻ്റെ വ്യൂവബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു എക്സ്ക്ലൂസീവ്നെസ് കിട്ടും. ഇനീഷ്യലി ട്രയൽ ഫ്രീ ആണ്, പക്ഷേ അതിന് ശേഷം ഇത് പേയ്മെൻറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് എനിക്ക് മഹീന്ദ്ര ബ്രാൻഡിന് ഓർമ്മ വരുന്നത്. അതായത് ഇപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ആണ്. ഇപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബ് കാണണം, ആക്ച്വലി അതിനകത്ത് എക്സ്ക്ലൂസീവായിട്ടൊരു സംഭവം എടുക്കാൻ പറ്റും, യൂട്യൂബ് കാണാൻ പറ്റും. അവിടെയാണ് ഈ മഹീന്ദ്ര ബ്രാൻഡ് ഇതിനെല്ലാത്തിനെയും ഇത്രയും ചീപ്പാക്കി മാറ്റിയത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക സ്പീഡൊന്നും മഹീന്ദ്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും, ബട്ട് സ്റ്റിൽ ഇത് ഇത്രയും ഓപ്ഷൻസ് ഇവർ നമുക്കങ്ങനെ എന്താ പറയുക ഫ്രീ ആയി കൊടുക്കുമ്പോൾ ഇതൊരു പേയ്മെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആക്കി മാറ്റുമ്പോൾ നമുക്ക് ഒരു രണ്ട് രീതിക്കുള്ള ചിന്താഗതിയെ വരിക. അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം ഇതിൻ്റെ അകത്ത് വന്ന ആ ഒരു OS 9 ആണ്. അത് കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന രണ്ട് നല്ല ഫീച്ചേഴ്സാണ്. ഒന്ന്, യെസ്, ഇതിനകത്ത് നമുക്ക് പാർക്ക് അസിസ്റ്റ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് റിവേഴ്സ് അസിസ്റ്റും ഉണ്ട്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് എന്താ വെച്ചാൽ, ഒന്ന് നോർമലി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോയി പാർക്ക് ചെയ്യും, ആ ഒരു ഫീച്ചർ. രണ്ടാമത്തെ റിവേഴ്സ് അസിസ്റ്റ്, അത് ആക്ച്വലി ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ബൈ ചാൻസ് നമ്മൾ ഇടവഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടുങ്ങി കഴിഞ്ഞാൽ ഈ വണ്ടി റിട്ടേൺ എടുക്കും, അത് 50 മീറ്റർ വരെ. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിനകത്ത് ഒരു ഫ്ലോസ് ഉണ്ട്, അത് എന്താണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒരു വീഡിയോ കണ്ടുകൊണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BMW X1ൻ്റെ അകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ നോർമലി ഒരു ഭയങ്കര ചെറിയ ഇടുങ്ങിയ റോട്ടിലേക്ക് കയറി, അപ്പോൾ നമുക്ക് അത്രയും എക്സ്പെർട്ടൈസ്ഡ് അല്ല റിവേഴ്സ് എടുക്കാനെങ്കിൽ ഓട്ടോമാറ്റിക്കലി വണ്ടി റിവേഴ്സ് എടുക്കും. 50 മീറ്റർ വരെ അതിന് മെമ്മറൈസ് ചെയ്ത് റിവേഴ്സ് എടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ. ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആക്ച്വലി ഡ്രൈവിലിട്ടു. അപ്പോൾ നമുക്കിത് വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒന്നുമില്ല. ഞാൻ ചുമ്മാ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു. അപ്പോൾ യെസ്, അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടോ സ്റ്റാർട്ട് റിവേഴ്സ് അസിസ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വന്ന വഴി ഇപ്പോൾ കൃത്യമായിട്ട് തരാം. 8.7 മീറ്ററാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന്. അപ്പോൾ ചുമ്മാ ഒന്നും പോകില്ല, നമ്മൾ റിവേഴ്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആക്സിലേറ്ററും ബ്രേക്കും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾ അവൻ ഏറ്റെടുക്കും. അത് നമ്മൾ എവിടെ വന്നു വെച്ചാൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി നിർത്താൻ സാധിക്കും. അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറഞ്ഞത് ഈ ചെറിയ ഇടുങ്ങിയ വഴി കൂടി നേരെ പോയിട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനൊന്ന് പറ്റിക്കാൻ നോക്കാം. ഒന്ന് സിപ്സ് ആപ്പ് വഴി കൂടി പോയി കഴിഞ്ഞാൽ റിവേഴ്സ് അസിസ്റ്റ് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നോക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ. ഇപ്പോൾ ഡ്രൈവിലിട്ടു, ഇപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിച്ചു, എന്നിട്ട് ഫുൾ റൈറ്റിലേക്ക് തിരിച്ചു, എന്നിട്ട് വീണ്ടും ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് തന്നെ കൺഫ്യൂസ് ആക്കാം. യെസ്, അപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് 3 വട്ടം ലെഫ്റ്റിലും റൈറ്റിലും തിരിഞ്ഞ് എന്നിട്ട് ഞാനിവിടെ പാർക്ക് ചെയ്തു.
അപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് കഴിഞ്ഞാൽ വന്ന വഴിക്ക് പോകണം. യെസ്, അപ്പോൾ റിവേഴ്സിലേക്ക് ഇടുന്നു. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ യെസ് ഇതുവരെ പോകുന്നുണ്ട്, ഇവിടെയും പോകുന്നുണ്ട്. ആൻഡ് യെസ്, അപ്പോൾ ഇവിടെയാണ് ഈ പ്രശ്നം. അതായത് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരെ പോയി ഒരു ചെറിയ വഴി കുടുങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വരാമെന്നല്ലാതെ 2-3 പില്ലറിൻ്റെ ഇടയിൽ കൂടി സർക്കസൊക്കെ കളിച്ചിട്ട് ഫ്രണ്ട് പോയിട്ട് കഴിഞ്ഞാൽ ഇനി തിരിച്ച പില്ലർ കൂടി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇത് സക്സസ്ഫുൾ അല്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെമോ കാണിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വഴിയിൽ കുടുങ്ങി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അങ്ങനെ റിവേഴ്സ് ശീലമല്ലാത്തവർക്ക്, അതായത് എക്സ്പെർട്ടൈസ് ആയിട്ട് റിവേഴ്സ് ചെയ്യാത്തവർക്ക് ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പാരൻസ് ഒക്കെയാണ് ഈ വണ്ടി ഓടിക്കണമെങ്കിൽ അവർക്ക് എവിടെയും പോയി കുടുങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. BMW സ്റ്റിയറിംഗ് ആക്ച്വലി പ്രിസിഷനുള്ള സ്റ്റിയറിംഗ് ആണ്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇതിന് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ആവാമായിരുന്നു. ഇപ്പോൾ സ്പോർട്ട് മോഡിലാണ് ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഒരു 70-80 ഒക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇത് കോൺഫിഡൻസ് തന്നേനെ. കോൺഫിഡൻസ് ഇല്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ വണ്ടി ഓടിച്ചപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എഫിഷ്യൻറ്റ് മോഡാണെങ്കിലും സ്പോർട്ട് മോഡാണെങ്കിലും ഏകദേശം സെയിം ആണ്. ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ആക്ച്വലി ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മാത്രം എഡാസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എഡാസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനമാണ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, പക്ഷേ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇല്ല. അപ്പോൾ അത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാം. ക്രൂസ് കൺട്രോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് വരേണ്ടത്. മാത്രമല്ല ലെയിൻ കീപ്പ് അസിസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. X1 എടുക്കാൻ പ്ലാൻ ചെയ്ത മിക്ക ആളുകളിലും മെർസിഡീസ് ബെൻസിൻ്റെ GLA ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയ വലിയൊരു മാറ്റം എന്താ വെച്ചാൽ ബ്ലോവർ സൗണ്ട്. അപ്പോൾ നോർമലി അത് എല്ലാവരും നോട്ടീസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു വണ്ടിനകത്ത് ഇപ്പോൾ നമ്മളൊരു ലെവൽ 3 വെച്ചാലും നമുക്ക് ആ ഒരു ബ്ലോവറിൻ്റെ സൗണ്ടും ഓക്കെയാണ്. അതുപോലെ തന്നെ തണുപ്പും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബെൻസിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ ബെൻസിലേക്ക് തണുപ്പില്ല ഞാൻ പറഞ്ഞില്ല, തണുപ്പുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടി വെക്കേണ്ടി വരും ആ ഒരു തണുപ്പ് അച്ചീവ് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ 2 വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് മിനിമം 4 വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ബ്ലോവർ സൗണ്ടിൽ അത് ഭയങ്കര അരോചകമാണ്. അപ്പോൾ ഇത് ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് മിക്ക ആളുകളും നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു മാറ്റം കൂടി എനിക്ക് ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ നിങ്ങളോട് പറയാൻ തോന്നി. X1 NVH ലെവൽസ് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു സിറ്റിയാണ് ബോംബെ. അപ്പോൾ സിറ്റിയിൽ മൊത്തം നമ്മൾ കറങ്ങി. അപ്പോൾ ഇതിനകത്ത് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഇവർ പ്രത്യേകിച്ചൊന്നും ക്ലെയിം ചെയ്യുന്നില്ല ഇൻ ടേംസ് ഓഫ് ഇവരുടെ ഗ്ലാസ് അക്കൂസ്റ്റിക് ആണെന്നൊന്നും. പക്ഷേ നമുക്ക് നല്ല രീതിക്കുള്ള ആ ഒരു ഡാമ്പിങ്, സൗണ്ട് ഡാമ്പിങ് കിട്ടുന്നുണ്ട്. പുറത്ത് എന്ത് സംഭവിച്ചാലും ഹോങ്കിങ് ഒക്കെ ഭയങ്കര അങ്ങേയറ്റം അഗ്രസീവായി നടക്കുന്ന ഒരു സിറ്റിയാണ്. അകത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഗ്ലാസ് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. സോ ഇൻ ടേംസ് ഓഫ് NVH ലെവൽസിന് ഫ്രണ്ടിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഭാഗത്തുള്ള ഒരു ഡാമ്പിങ് കൂടി ഈ ഒരു വാഹനത്തിനെ കുറച്ചും കൂടി രസകരമാക്കുന്നുണ്ട്. X1 സെയിം സ്റ്റേബിളിൽ അതർ ബ്രാൻഡ്സിൽ നിന്ന് വാഹനങ്ങളുണ്ട്. ഇപ്പോൾ മെർസിഡീസ് ബെൻസിൻ്റെ GLA ഉണ്ട്, വോൾവോൻ്റെ XC40 ഉണ്ട്, ഈവൻ Q3 നമുക്കിതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നോക്കാം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് X1 LWB വാങ്ങണം എന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ 3 റീസൺസ് ആണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഫസ്റ്റ് റീസൺ ഓബ്വിയസ്ലി സ്പേസ്. അപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള വാഹനങ്ങളെക്കാട്ടിലും കൂടുതൽ സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വിഡ്ത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീതിയില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ടൊയോട്ടയുടെ ക്രിസ്റ്റേനെക്കാട്ടിലും ഇതിന് വീതിയുണ്ട്. ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ 2 ORVM വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ഇനിയിപ്പോൾ ഇതില്ലാതെ കാൽക്കുലേറ്റ് ചെയ്താലും ഇന്നോവയെക്കാട്ടിലും ഈ വാഹനത്തിന് വീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടും എത്രത്തോളം സ്പേസ് ഉണ്ട്. സെക്കൻഡ് റോ ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ കംഫർട്ടബിളി ഒരു ഫാമിലിയിൽ 4 പേർക്കോ 5 പേർക്കോ ഇരുന്ന് യാത്ര ചെയ്യാൻ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രംപി ഫീലൊന്നും ഈ ഒരു മാത്രം കിട്ടില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. രണ്ടാമത് BMW ആണ്. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന 1500cc എഞ്ചിനാണ്. അണ്ടർ റേറ്റഡ് ആണല്ലോ, പവർ ഇല്ല എന്ന് വിചാരിക്കുന്നത്. മോസ്റ്റ് ഫൺ ടു ഡ്രൈവ് കാറാണ്. അതുമാത്രമല്ല ഫൺ മാത്രം പോരാ, നമുക്ക് ഇന്ത്യയിൽ വാഹനം ഓടിക്കുമ്പോൾ എഫിഷ്യൻസിയും കൂടി വേണം. സോ ഫൺ ആൻഡ് എഫിഷ്യൻസി ഒന്നിച്ച് നൽകുന്നൊരു രസകരമായിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് ഈ എഞ്ചിൻ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു സെയിം പെപ്പിനെസ് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുമ്പോൾ ടെക്നോളജിക്കലി ഇത് അഡ്വാൻസ്ഡ് ആണ് ഈ വാഹനം. അപ്പോൾ ഈ ഒരു പുതിയ OS 9 വന്നതിന് ശേഷം കുറേ കാര്യങ്ങളിൽ മാറ്റമുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഫാക്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്ററിനെക്കാളും എനിക്കിത് കുറച്ചും കൂടി നന്നായി തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ കോമ്പറ്റീറ്ററിൽ വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി മെർസിഡീസ് ബെൻസിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ കുറച്ചും കൂടി വേറെ ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ വോൾവോ XC40 കുറച്ചും കൂടി ഇൻ ടേംസ് ഓഫ് സേഫർ ആണെന്ന് തോന്നും, പ്രത്യേകിച്ച് അതിൻ്റെ സീറ്റ്സ് മറ്റേ കാര്യങ്ങളൊക്കെ. ബട്ട് ടോട്ടലി ഒരു വീട്ടിലേക്കൊരു വാഹനം വാങ്ങുമ്പോൾ നമ്മളൊരു ഓൾറൗണ്ടർ വാഹനം ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സെഗ്മെൻറ്റ് ലീഡറാണ്. അത് മാത്രമല്ല ഈ ഒരു പുതിയ അപ്ഡേറ്റ് കാരണം തന്നെ ഈ ഒരു വാഹനം കുറച്ചും കൂടി അട്രാക്റ്റീവാണ് ഫോർ ദാറ്റ് പ്രൈസ്. അപ്പോൾ എന്താണ് ഓൾ തിങ്സ് ഓട്ടോ വേർഡിക്റ്റ് ഓൺ BMW X1 ലോങ് വീൽ ബേസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ
ആക്ച്വലി ഭയങ്കര രസകരമായിട്ടുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ധൈര്യത്തോടെ പറയാൻ പറ്റും. കുറേ റീസൺസ് ഞാൻ തന്നെ പറഞ്ഞു. അത് മാത്രമല്ലാതെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ ഉറപ്പായിട്ടും കൺവിൻസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ടാഗ് നമുക്കറിയാം 50 lakhs പ്ലസ് ആണ്. സോ ആ ഒരു പ്രൈസ് ടാഗിൽ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഒരു വാഹനമുണ്ട്, അതിലേക്കാണ് മിക്ക ആളുകളും പോകുക. പക്ഷേ ആ ഒരു കടമ്പ കടന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലോങ് വീൽ ബേസ് കൂടിയപ്പോൾ ഇതിനകത്ത് വന്ന സ്പേസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ഈ സ്പേസിനെക്കാട്ടിലും കൂടുതൽ ഇതിനകത്ത് വന്ന ആ ഒരു റൈഡ് കംഫർട്ടാണ്. സസ്പെൻഷൻ്റെ ട്യൂണിംഗ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് കാരണം തന്നെ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ ഇപ്പോൾ ഏത് റോഡാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നം ഈ ഒരു വാഹനം നൽകില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വേർഡിക്റ്റ് ഓൺ ദിസ് X1LWB. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റിൽ ചോദിക്കുക, അതിനെല്ലാത്തിനും നമ്മൾ ഉത്തരം നൽകും. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബിൽ, അത് മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യലിൽ. അതിൽ ഇരുവാഹനത്തിൻ്റെ രസകരമായിട്ടുള്ള റീൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അടുത്തൊരു പുതിയ വാഹനവുമായി കാണുന്നവരെ ദിസ് ഈസ് യുവർ ഹോസ്റ്റ് സെന്തിലാസ് നായർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് ഡ്രൈവ് സേഫ്. കാർ ഓടിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ്, ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.